കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരിൽ തൃശൂർ സ്വദേശിയും ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് ആണ് മരിച്ചത്. ബിനോയ് കുവൈറ്റിലെത്തിയത് 7 ദിവസം മുൻപ്. ബിജെപിയുടെ തൃശൂരിലെ വിജയം ഗൌരവമേറിയതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃമാറ്റം ആവശ്യമില്ലെന്നും ബിനോയ് വിശ്വം. കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം 16-ന് ചേരുന്ന സിപിഎം സംസ്ഥാന സമിതി വിലയിരുത്തുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മുൻ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ. തൃശൂർ ഡിസിസി പ്രസിഡന്റിന്റെ ചുമതല വി.കെ. ശ്രീകണ്ഠൻ MP ഞായറാഴ്ച ഏറ്റെടുക്കും. കുടിവെള്ളം ശുചീകരിക്കാനുള്ള ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരിക്കുന്നത് ആശുപത്രിയിലെ വൃത്തിഹീനമായ ശുചിമുറിയിൽ. അന്തിക്കാട് സർക്കാർ ആശുപത്രിയിലാണ് അധികൃതരുടെ ഗുരുതര അനാസ്ഥ. വിവാദങ്ങൾക്കൊടുവിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക് കഫേ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് എടുത്തുമാറ്റി. ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് പിങ്ക് കഫേ കാരവൻ മാറ്റിയത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൊമ്പടിഞ്ഞമാക്കലിലെ ഗോഡൌണിൽ നിന്ന് റേഷൻ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹന ഉടമകൾക്ക് പണം ലഭിക്കാതെയായിട്ട് 3 മാസം പിന്നിട്ടു. റേഷൻ കടകളിലേക്കുള്ള അരി വിതരണം സ്തംഭനാവസ്ഥയിൽ. ഫുട്ബോൾ ഇതിഹാസം ടി.കെ. ചാത്തുണ്ണിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സംസ്കാരം പോലീസ് ബഹുമതികളോടെ നടന്നു. ചാത്തുണ്ണിക്ക് അന്ത്യാഞ്ജലിയെ സമർപ്പിച്ച പന്തുകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറും. നമസ്കാരം. വാർത്തകൾ വിശദമായി. കുവൈറ്റിലെ തീപിടുത്തത്തിൽ ചാവക്കാട് തെക്കൻ പാലിയൂർ സ്വദേശി മരിച്ചതായി വിവരം ലഭിച്ചു. കൊച്ചിപ്പാടത്ത് തിരുവല്ല സ്വദേശി തോപ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള ബിനോയ് തോമസ് ആണ് മരിച്ചത്. ജൂൺ 5-നാണ് ബിനോയ് കുവൈറ്റിലെത്തിയത്. NBTC കമ്പനിയുടെ കീഴിലുള്ള ഹൈവേ സെന്റർ എന്ന സ്ഥാപനത്തിൽ സെയിൽസ് വിഭാഗത്തിലാണ് ബിനോയ് ജോലി നോക്കിയിരുന്നത്. തിരുവല്ല സ്വദേശിയായ സുഹൃത്ത് സാബു വഴിയാണ് ബിനോയ്ക്ക് കുവൈറ്റിൽ ജോലി ശരിയാക്കിയതെന്ന് ബിനോയ് അംഗമായ പാലുവായിലെ പെന്തക്കോസ്ത് ചർച്ചിലെ പാസ്റ്റർ കുര്യാക്കോസ് ചക്രമാക്കിൽ പറഞ്ഞു. കുവൈറ്റിലുള്ള സാബുവിന്റെ സുഹൃത്ത് ബെൻ മോർച്ചറിയിലെത്തിയാണ് ബിനോയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. ബുധനാഴ്ച പുലർച്ചെ 2:30 വരെ ബിനോയ് ഓൺലൈനിൽ ഭാര്യ ജിനിതയുമായി സംസാരിച്ചിരുന്നു. ഇതിനുശേഷമാണ് ബിനോയെക്കുറിച്ച് വിവരമില്ലാതായത്. അപകടത്തിന് ശേഷം ബിനോയെ ഫോണിൽ ബന്ധപ്പെടാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യം വ്യാഴാഴ്ച രാവിലെ വീട്ടുകാർ പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദറിനെ അറിയിക്കുമ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. തുടർന്ന് KV അബ്ദുൽ ഖാദർ നോർക്കയുമായി ബന്ധപ്പെടുകയും മരിച്ചത് ബിനോയ് തന്നെയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടക്കുകയാണെന്ന് KV അബ്ദുൽ ഖാദർ പറഞ്ഞു. പാവറട്ടിയിലെ ഫുട്വെയർ സ്ഥാപനത്തിൽ സെയിൽസ്മാനായാണ് ബിനോയ് ജോലി ചെയ്തിരുന്നത്. കുന്നംകുളം കോപ്പറേറ്റീവ് കോളേജിൽ BCom വിദ്യാർത്ഥിയായ ആദി, 1ാം ക്ലാസ് വിദ്യാർത്ഥി ഇയാൻ എന്നിവരാണ് മക്കൾ. ബിനോയ് തോമസിന്റെ നിര്യാണത്തിൽ NK അക്ബർ MLA അനുശോചനം രേഖപ്പെടുത്തി. അതേസമയം കുവൈറ്റ് ദുരന്തത്തിൽ 49 പേരാണ് മരിച്ചത്. 24 പേർ മലയാളികളാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ബിജെപിയുടെ തൃശൂരിലെ വിജയം ഗൌരവമേറിയതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂർ രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപി അക്കൌണ്ട് തുറന്നത് ഗൌരവമേറിയ പഠനം അർഹിക്കുന്നു. ഈ വിഷയത്തിൽ വിലയിരുത്തൽ പൂർത്തിയായിട്ടില്ല. കേരളത്തിലെ LDF പരാജയത്തിൽ CPIയും CPMും സംയുക്തമായി അന്വേഷിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടിട്ടില്ല. അത് മാധ്യമങ്ങളുടെ സങ്കല്പം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃമാറ്റം ആവശ്യമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഫാസിസ്റ്റ് ആശയത്താൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പ്രബുദ്ധ കേരളത്തിൽ അതിൻ്റെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു പാർലമെൻറ്റിലേക്ക്. ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യമുണ്ട്. അതിനെപ്പറ്റി ഞങ്ങൾ ഗൗരവത്തിൽ പഠിക്കണം. ആ പഠനം പൂർത്തിയായിട്ടില്ല. പക്ഷേ അത് വേണ്ടിവരും. ഞങ്ങൾ ഇടതുപക്ഷമാകെ തന്നെ എല്ലാ മതേതര ബന്ധുക്കളുമായി ചേർന്നുകൊണ്ടും ഞങ്ങൾ പഠിക്കും. എന്തുകൊണ്ട് ഇതുപോലൊരു പാർട്ടിക്ക് ഈ തൃശ്ശൂരിൽ ഇത്തരം ഒരു വിജയമുണ്ടാകാൻ പറ്റിയെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങൾ നിലവിളിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ കരയില്ല. പക്ഷെ ഞങ്ങൾ നിറഞ്ഞ നീതിബോധത്തോടു കൂടെ തന്നെ ഇതിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കും. അത് CPI പഠിക്കും, CPM പഠിക്കും, LDF ഓരോ കക്ഷിയും പഠിക്കും. ഞങ്ങൾ ആവശ്യമായിട്ടുള്ള എല്ലാ തിരുത്തലും വരുത്തും.
കേരളത്തിലെ പൊതുതെരഞ്ഞെടുപ്പ് ഫലം 16-ന് ചേരുന്ന CPM സംസ്ഥാന സമിതി വിലയിരുത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം 28-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി ഇക്കാര്യം പരിശോധിക്കുമെന്ന് യെച്ചൂരി പറഞ്ഞു. On that basis, the Central Committee will also discuss this issue when it's meeting from the 28th of this month. So only after that we'll be able to come to an assessment. Yeah, whatever be the reasons, as I said, let that review be done and then we will come to the conclusions. Well, as I told you, that is something is of concern and disappointment for us. So we will review that in our meetings and then we'll come to the conclusion. Well, we are part of the India grouping. So part of the India grouping and India bloc, I mean, this is a very strong presence now in the parliament. So it will be, and it won't be so easy for Mr. Modi to browbeat everybody and bulldoze his own individual style of politics as well as policies. Well, that's up to them how they deal with that in the NDA. But the fact remains that this is not a government that was as stable as the last two governments. And therefore, it all depends on how they handle themselves. The way Mr. Modi is going and the way the cabinet has been formed with the portfolios, Mr. Modi seems to be feeling that there is no change in the situation. But I'm sure sooner than later, he'll realize that there is a change. That's what I said, it all depends on our review, and that is there from 16th of this month for 5 days. The Secretariat and the State Committee will be discussing. And on the basis of their review and their report, the Central Committee will discuss from the 28th. So beyond that, you can't force me to now preempt those reviews. Okay? അന്തർദേശീയ ധനമൂലധന ശക്തികളുടെ പരിധിയില്ലാത്ത ലാഭത്തിനു വേണ്ടിയുള്ള ഇച്ഛയ്ക്ക് കുടപിടിക്കുകയാണ് BJP സർക്കാരെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. അധികാരം കേന്ദ്രീകൃതമാക്കണമെന്ന ലക്ഷ്യമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യത്തിന്റെ പിന്നിലെന്നും യെച്ചൂരി പറഞ്ഞു. EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തൃശൂർ കോസ്റ്റ് ഫോർഡിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ സംഘടിപ്പിക്കുന്ന EMS സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. What the BJP and Modi suffered in these elections is a big setback to this process of their destruction of the Indian Constitution and the character of our republic, with the aim of replacing the secular democratic republic with a rabidly intolerant, a poisonous, hate-filled, authoritarian, fascistic Hindutva Rashtra, which is their political objective. പരിധിയില്ലാത്ത ലാഭത്തിനു വേണ്ടിയുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ ഇച്ഛ തുല്യത ഇല്ലാതാക്കുകയാണ്. ഇന്ത്യയിൽ കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ട് അതിശക്തമായി മാറിയിരിക്കുകയാണ്. ജനങ്ങളെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തിയും വൈവിധ്യങ്ങളെ തകർക്കുന്ന വിധത്തിലാണ് രാജ്യത്തെ ഭരണകൂടം പെരുമാറുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങളും ലേബർ നിയമങ്ങളും ഇതിനുദാഹരണങ്ങളാണ്. Part of the process of profit maximization, and in India today, under Modi, what has been put in place has been a corporate communal nexus, and this corporate communal nexus seeks these reforms in order to further strengthen this process of profit maximization. മുസ്ലിം മന്ത്രിയില്ലാത്ത കേന്ദ്രമന്ത്രിസഭ BJPയുടെ വർഗീയ അസഹിഷ്ണുതയാണ് വെളിവാക്കുന്നതെന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. The intensification of the rightward shift in politics, that is with the offensive of communalism, and the process of this communal offensives, which is reflected today in the recent elections. Once again, not a single Muslim candidate by the BJP all over the country, and it is reflected also in how the targeting and isolation of the minorities that takes place in our country, and also against this will increase against the Christians as well. കേരളത്തിൽ ഒരിടത്തും CPM CPIയെ കാലുവാരിയിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. ഇരു പാർട്ടികളും ഒറ്റ പാർട്ടിയെ പോലെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. മറിച്ചുള്ള പ്രചാരണം മാധ്യമ സൃഷ്ടിയാണ്. അതേസമയം കലവറ കൂടാതെയുള്ള സ്വയം വിമർശനം തെറ്റുകൾ തിരുത്താൻ അത്യാവശ്യമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തൃശ്ശൂരിൽ നാം പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറയും. അതിനർത്ഥം നാം നമ്മുടെ കൂടെയാണ്, നമുക്ക് വേണ്ടി നിൽക്കുമെന്ന് കരുതിയ ഒരു വൻ ജനവിഭാഗം നമ്മെ പ്രതീക്ഷയ്ക്കൊപ്പം സഹായിച്ചില്ല എന്ന് ഞാൻ മിതമായി പറയട്ടെ. ഈ പ്രബുദ്ധ കേരളത്തിൽ ആദ്യമായി ചരിത്രത്തിൽ ലോക്സഭയിലേക്ക് ഒരു BJP അംഗം പോയിരിക്കുന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരു BJP-കാരനെ ജയിപ്പിച്ചിരിക്കുന്നു. അതൊരു വെറും നിസ്സാരമായി കണ്ട കാര്യമല്ല. നമ്മളെല്ലാത്തിനവരാണെന്ന് നാം വിശ്വസിക്കാൻ പാടില്ല. CPI സ്ഥാനാർത്ഥികളെ CPM കാലുവായി ഇത് പറയിപ്പിക്കാൻ വേണ്ടി എന്ത് ബദ്ധപ്പാടാണ് നമ്മുടെ ചില പത്രമാധ്യമങ്ങൾക്ക്.
കട്ടായമായി ഞാൻ പറയുന്നു, ആ സിദ്ധാന്തം തെറ്റാണ്. CPIയെ CPM ഒരിടത്തും കാലുവാരിയിട്ടില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ CPI-CPM ബന്ധങ്ങൾ ഈ കേരളം മുഴുവനും ആഴമേറിയതായിരുന്നു. ഒറ്റ പാർട്ടിയെ പോലെ കോൺഗ്രസ് സ്ഥാനങ്ങൾ എത്രയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ആ തീയതിയൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രഭാത് പട്നായിക്, CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, ഡോക്ടർ TM തോമസ് ഐസക്, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഗവർണർമാരെ ഉപയോഗിച്ച് ഇന്ത്യയിലെ ഫെഡറലിസവും ജനാധിപത്യവും തകർക്കപ്പെടുന്ന കാലമാണിതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം U. വാസുകി പറഞ്ഞു. EMS സ്മൃതി ദേശീയ സെമിനാറിൽ ജനാധിപത്യം, ഫെഡറലിസം, നീതി, ലിംഗപരമായ മാനങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തോടും തമിഴ്നാടിനോടും മോദി പിശുക്ക് കാണിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷകൾക്ക് വിരുദ്ധമായെങ്കിലും അതിൽ തളരുകയല്ല വേണ്ടത്. ഇന്ത്യ മുന്നണി പ്രതീക്ഷ തരുന്നുണ്ടെങ്കിലും NDA സർക്കാരിന്റെ അപകടം നാം തിരിച്ചറിയേണ്ടതുണ്ടെന്നും വാസുകി കൂട്ടിച്ചേർത്തു. നവലിബറൽ നയങ്ങൾ ഏറെ കഠിനമായ രീതിയിലുള്ള അപമാനീകരണവും പുരുഷവൽക്കരണവുമാണ് മനുഷ്യബന്ധങ്ങളിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജനാധിപത്യം കുടുംബത്തിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു. This man and that man, or man and a woman, a SC person, non-SC person, like that, they don't contextualize issues between individuals. Communist leaders, including EMS, they talk about deeper systemic impact. That is why they always stress on ideological struggle. Apart from political struggle, they emphasize more on ideological struggle and call for changes in the material condition. ഓരോ വ്യക്തിയും സമൂഹത്തിലെ അധികാര ബന്ധങ്ങളെക്കുറിച്ച്, സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച്, ഉൽപാദന ബന്ധങ്ങളെക്കുറിച്ച് ഉള്ള ആശയങ്ങൾ സ്വാംശീകരിക്കുന്നതും അവനവനെ തന്നെ ആ അധികാര ബന്ധങ്ങളുടെ വലക്കെട്ടുകൾക്കകത്ത് എവിടെ പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനമെടുക്കുന്നതുമൊക്കെ ആദ്യഘട്ടത്തിൽ കുടുംബത്തിനകത്ത് നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ നിലയിൽ വലിയ പ്രാധാന്യമാണ് കുടുംബത്തിനകത്തെ മാനുഷിക ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകേണ്ടത്. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിക്കും. മന്ത്രി K. രാജൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എയർപോർട്ടിൽ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനുണ്ടാകും. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനത്തിൽ രാവിലെ 10 മണിയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി NK അക്ബർ MLA അറിയിച്ചു. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. ഫേസ്ബുക്കിലിട്ട കുറിപ്പിലാണ് ജോസ് വള്ളൂർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ പരാജയം ഉൾക്കൊള്ളുന്നു. അതിന്റെ പേരിൽ നിരപരാധികളെ വേട്ടയാടരുത്. പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തണമെന്നും ജോസ് വള്ളൂർ ആവശ്യപ്പെട്ടു. അതേസമയം തൃശൂർ DCC പ്രസിഡന്റായി പാലക്കാട് MP VK ശ്രീകണ്ഠൻ വെള്ളിയാഴ്ച ചുമതലയേൽക്കാനുള്ള തീരുമാനം മാറ്റി. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരിപാടികൾ റദ്ദാക്കിയത്. DCC പ്രസിഡന്റിന്റെ ചുമതല ഞായറാഴ്ച രാവിലെ 11-ന് VK ശ്രീകണ്ഠൻ MP ഏറ്റെടുക്കും. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് ജോസ് വള്ളൂർ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിലാണ് VK ശ്രീകണ്ഠന് താൽക്കാലിക ചുമതല KPCC നേതൃത്വം കൈമാറിയത്. കുടിവെള്ളം ശുചീകരിക്കാനുള്ള ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരിക്കുന്നത് ആശുപത്രിയിലെ വൃത്തിഹീനമായ ശുചിമുറിയിൽ. അന്തിക്കാട് KP പ്രഭാകരൻ സ്മാരക സർക്കാർ ആശുപത്രിയിലാണ് അധികൃതരുടെ ഗുരുതര അനാസ്ഥ. ആശാപ്രവർത്തകർ മുഖേന വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകൾ ശുചീകരിക്കാനുള്ള 10ഓളം ചാക്ക് ബ്ലീച്ചിംഗ് പൗഡറാണ് കക്കൂസിൽ അട്ടിയിട്ടിരിക്കുന്നത്. ശൗചാലയം ഉപയോഗിക്കാനെത്തിയ ആളാണ് ഇത് കണ്ടത്. സംഭവത്തിൽ BJP നേതാക്കളായ ഗോകുൽ കരിപ്പിള്ളി, NS ഉണ്ണിമോൻ, ആശിഷ് കോളംകണ്ടത്ത് എന്നിവർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. ഇവർ പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിൽ സ്ഥലം പരിശോധിച്ചു. വീഴ്ച സംഭവിച്ചതാണെന്നും ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിക്കാതെ നശിപ്പിച്ചു കളയാം എന്നുമുള്ള ഉറപ്പിന്മേൽ BJP പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇത് അന്തിക്കാട് പ്രവർത്തിക്കുന്നതായ KP പ്രഭാകരൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ശുചിമുറിയിലാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ വിതരണം ചെയ്യാനുള്ള ബ്ലീച്ചിങ് പൗഡർ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ തന്നെ പ്രവർത്തനം കുട്ടീനെ കാണിക്കാൻ, ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ബാത്റൂം അന്വേഷിച്ച് വന്നപ്പോൾ ബാത്റൂം തുറന്നു നോക്കിയപ്പോൾ, കക്കൂസ് തുറന്നു നോക്കിയപ്പോൾ അവിടെയാണ് ഡംപ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി ഇപ്പോൾ എടുത്ത് തൊട്ടപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന വിഷയം. അപ്പോൾ അവർ പറയുന്നത് കുറച്ച് കേട്ട് ആ ബാത്റൂം ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് ശരിയല്ല. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയൊക്കെ അറിയാൻ പറ്റും. അതിൽ അഴുക്ക് പിടിച്ച് കറ പിടിച്ച് ഉപയോഗിക്കാതെ വെള്ളം ഉപയോഗിക്കാണ്ട് വൃത്തിയായിട്ട് എടുക്കുന്ന കക്കൂസാണ് അത്. ഈ ആരോഗ്യ പ്രവർത്തനം ഇതെല്ലാം കൊണ്ടുപോയിട്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളിൽ കിണറിൽ ഉപയോഗിക്കാൻ സാധനമാണ് അത്. ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സിനായുള്ള ബഹുനില കെട്ടിടമടക്കം വെറുതെ കിടക്കുമ്പോഴാണ് ശുചിമുറിയിൽ ബ്ലീച്ചിംഗ് പൗഡർ വൃത്തിഹീനമായി സൂക്ഷിച്ചത്. ഒരു മന്ത്രിയും 2 MLA-മാരും പഞ്ചായത്തിൽ തന്നെ ഉണ്ടായിട്ടും തീർത്തും അവഗണനയിലാണ് അന്തിക്കാട് CHC. IP വിഭാഗം പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം ഇടിഞ്ഞു വീഴാറായ നിലയിലാണ്. സീലിംഗുകൾ അടർന്നു തുടങ്ങി. രാത്രിയും പകലുമെന്നില്ലാതെ വൈദ്യുതി വിതരണം താറുമാറാണ്. ഷോർട്ട് സർക്യൂട്ട് മൂലം ഒരിടത്ത് സ്വിച്ചിട്ടാൽ മറ്റൊരിടത്ത് കറന്റ് പോകുന്ന അവസ്ഥയാണ്. എമർജൻസി ലൈറ്റ് കത്തിച്ചു വെച്ചാണ് പലപ്പോഴും രോഗികൾ ഇവിടെ കഴിച്ചുകൂട്ടുന്നത്. നിരന്തരം പരാതിപ്പെട്ടിട്ടും മുൻ ആരോഗ്യമന്ത്രിയുടെ പേരിലുള്ള ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ കടുത്ത അമർഷമാണ് നാട്ടുകാർക്കുള്ളത്. TCV അന്തിക്കാട്. സമരങ്ങൾ കൊണ്ടും നിയമ പോരാട്ടങ്ങൾ കൊണ്ടും ഏറെ വിവാദമായ എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക് കഫേ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് എടുത്തുമാറ്റി. പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ MC ഐജു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്ന് ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവ് പ്രകാരമാണ് പിങ്ക് കഫേ കാരവാൻ സംസ്ഥാന പാതയോരത്ത് നിന്ന് നീക്കം ചെയ്തത്. കുടുംബശ്രീ മിഷൻ ജില്ലയിലേക്ക് അനുവദിച്ച ഏക പിങ്ക് കഫേ ലഭിച്ചത് എരുമപ്പെട്ടി പഞ്ചായത്തിനാണ്. 2023 ഫെബ്രുവരി 13 പിങ്ക് കഫേ കാരവാൻ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും പോലീസ് സ്റ്റേഷനും മുൻപിലായി സംസ്ഥാന പാതയോരത്ത് സ്ഥാപിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ച പിങ്ക് കഫേ കുട്ടികൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നതായി കാണിച്ച് പഞ്ചായത്ത് മെമ്പർ MC ഐജുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് 163 ദിവസം നീണ്ടുനിന്ന സമരം നടത്തുകയും പൊതുമരാമത്ത് വകുപ്പിലും ജില്ലാ കളക്ടർ, തഹസിൽദാർ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതികൾ നൽകുകയും കോടതിയെ സമീപിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് കോൺഗ്രസിനെതിരെ കുടുംബശ്രീയും CPM-ഉം രംഗത്തെത്തുകയും തുറന്ന പോരാട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. തുടർന്ന് MLA AC മൊയ്തീൻ സംഭവത്തിൽ ഇടപെട്ട് ചർച്ച നടത്തുകയും പിങ്ക് കഫേ അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ധാരണയാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പിങ്ക് കഫേ പോലീസ് സ്റ്റേഷനും LP സ്കൂൾ വഴിക്കും മുന്നിലായി റോഡരികിൽ മാറ്റി സ്ഥാപിച്ചു. എന്നാൽ പഞ്ചായത്തിന്റെ ഈ നടപടി അംഗീകരിക്കാൻ കോൺഗ്രസും മെമ്പർ ഐജുവും തയ്യാറായില്ല. തുടർന്ന് വീണ്ടും അധികൃതർക്ക് പരാതികൾ നൽകുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഐജുവിന്റെ പരാതിക്ക് അനുകൂലമായി പൊതുമരാമത്തും ഭൂരേഖ തഹസിൽദാരും പോലീസും റിപ്പോർട്ട് നൽകിയിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് സ്ഥാപിച്ച പിങ്ക് കഫേ കാരവാൻ നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ഉത്തരവ് ലംഘിച്ചാൽ കോടതി അലക്ഷ്യം ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും സെക്രട്ടറിക്ക് താക്കീത് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് പിങ്ക് കഫേ മാറ്റിയത്. 5 കുടുംബശ്രീ അംഗങ്ങളാണ് കഫേയിൽ തൊഴിൽ ചെയ്തിരുന്നത്. കഫേ അടച്ചതോടെ ഉപജീവനം നടത്തിയിരുന്ന കുടുംബശ്രീ അംഗങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു. മാറ്റിയ പിങ്ക് കഫേ പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് സൂചന. TCV ന്യൂസ്, എരുമപ്പെട്ടി. വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ സംസ്ഥാന പാതയ്ക്കരികിൽ സ്ഥാപിച്ചിരുന്ന പിങ്ക് കഫേ എടുത്തുമാറ്റിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാലിന്റെ ഏകാധിപത്യ രീതിക്കും ധാർഷ്ട്യ മനോഭാവത്തിനുമേറ്റ തിരിച്ചടിയാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. യോഗം UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് NK കബീർ, MC ഐജു, PS സുനീഷ്, K. ഗോവിന്ദൻകുട്ടി, അജു നെല്ലിവായ്, സഫീന അസീസ്, CG ജോൺ, അനിത വിൻസെന്റ്, ചന്ദ്രപ്രകാശ് ഇടമന, ഫ്രിജോ വടക്കൂട്ട്, റീന വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൊമ്പടിഞ്ഞാമാക്കലിലെ ഗോഡൌണിൽ നിന്ന് അരി കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് പണം ലഭിക്കാതെയായിട്ട് 3 മാസം പിന്നിട്ടു. റേഷൻ കടകളിലേക്കുള്ള അരി വിതരണം സ്തംഭനാവസ്ഥയിലായി. ചാലക്കുടി മുകുന്ദപുരം താലൂക്കിലെ റേഷൻ കടകളിലേക്കുള്ള അരിയും ആട്ടയും ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത്.
എല്ലാ മാസവും 5 മുതൽ വിതരണം ചെയ്യേണ്ട അരി റേഷൻ കടകളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. റേഷൻ വിതരണം സ്തംഭിക്കാൻ കാരണം ഈ തൊഴിലാളികളുടെ പ്രശ്നമല്ല. ഇവിടെ കൃത്യസമയത്തിന് കോൺട്രാക്ടർ വണ്ടിയിടാത്തതും ഉദ്യോഗസ്ഥന്മാരുടെ ഈ റേഷൻ കടകളുടെ അഭിപ്രായ വ്യത്യാസമാണ് വിതരണം നടക്കാത്തത്. സർക്കാർ 3 മാസത്തെ പൈസ അവർക്ക് കൊടുക്കാണ്ട്, അതുകൊണ്ടാണ് അവർ വണ്ടിയിടാതെന്ന് പറയുന്നത്. അവർക്ക് ഡീസൽ അടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഓടാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനുള്ള കാശില്ല എന്നാണ് പറയുന്നത്. കരാറുകാരനായ തൃശൂർ സ്വദേശിയാണ് വാഹനത്തിനുള്ള പണം നൽകേണ്ടത്. അരി കൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങളും തൊഴിലാളികളും ഗോഡൌണിന്റെ മുന്നിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിലും സ്തംഭനാവസ്ഥ തുടരുകയാണ്. ചാലക്കുടി മുകുന്ദപുരം താലൂക്കിലെ 60ഓളം തൊഴിലാളികളും 10 വാഹനങ്ങളുമാണ് ഇവിടെയുള്ളത്. എന്നാൽ അരി ഇറക്കുന്നതിനും കയറ്റുന്നതിനുമായി 3 മാസത്തെ 75 ലക്ഷത്തോളം രൂപ കരാറുകാരന് സർക്കാർ നൽകാനുണ്ട്. കൊമ്പടിഞ്ഞാമാക്കലിലെ ഗോഡൌണിൽ 2 താലൂക്കുകളിലെ റേഷൻ കടകളിലേക്കായി 300 ലോഡ് അരിയാണ് സംഭരിച്ച് വിതരണം ചെയ്യുന്നത്. സർക്കാർ പണം നൽകുമ്പോൾ തരാമെന്ന നിലപാടാണ് കരാറുകാരനുള്ളതെന്ന് CITU ഡ്രൈവേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി VS സിജു പറഞ്ഞു. കൊറോണ കാലത്ത് തുടങ്ങി വളരെ ഭംഗിയായിട്ട് സപ്ലൈ ചെയ്തിരുന്നത് ഞങ്ങളാണ്. ഇപ്പോൾ 3 മാസത്തോളമായിട്ട് ഞങ്ങൾക്ക് 1 രൂപ തരുന്നില്ല. കുടുംബങ്ങളെല്ലാം പട്ടിണിയിലാണ്. മാസങ്ങളായിട്ട് കാശ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പണി നിർത്തി വെച്ചിരിക്കണം. ഇവിടെ പൈസ കിട്ടാണ്ടായിട്ട് ഞങ്ങൾക്ക് ഡീസൽ അടിക്കാനൊന്നും പൈസ ഇല്ലാതെ പൈസയിലാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഓടാൻ കഴിയില്ല. ആൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ തരാനുള്ള പൈസ നിലവിൽ ഇപ്പോൾ തരാൻ ഞങ്ങൾക്ക് എൻ്റെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിൽ ഡീസലൊക്കെ എടുത്ത് വിടാം, ഞങ്ങൾക്ക് ഡീസലിൽ നിന്നല്ലേ ഓടാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത്രയും പൈസ കിട്ടാൻ ഉണ്ടായിട്ട് പോലും അതുപോലെ ആൾ തയ്യാറല്ല. TCV ന്യൂസ് മാള. ഫുട്ബോൾ ഇതിഹാസം TK ചാത്തുണ്ണിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കെ രാധാകൃഷ്ണൻ MP, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മേയർ MK വർഗീസ്, മുൻ MLA TV ചന്ദ്രമോഹൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, CV പാപ്പച്ചൻ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 1 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരം പോലീസ് ബഹുമതികൾക്ക് ശേഷം വടൂക്കര ശ്മശാനത്തിൽ സംസ്കരിച്ചു. TK ചാത്തുണ്ണിക്ക് അന്ത്യാഞ്ജലിയായി അർപ്പിച്ച ഫുട്ബോളുകൾ വിദ്യാർത്ഥികൾ തട്ടിക്കളിക്കും. ഫുട്ബോൾ ആചാര്യന് മരണാനന്തര ബഹുമതിയായി ലഭിച്ച 15 പന്തുകളാണ് വീട്ടുകാർ വിദ്യാലയങ്ങളിലേക്ക് കൈമാറുന്നത്. മരിക്കുമ്പോൾ തന്റെ ഭൌതികദേഹത്ത് ആരും റീത്ത് വെക്കരുതെന്ന് ചാത്തുണ്ണിയേട്ടൻ പറയുമായിരുന്നു. നിർബന്ധമുള്ളവർ പകരം ഫുട്ബോൾ അർപ്പിച്ചാൽ മതിയെന്നും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ വാക്കുകളെ മുഖവിലക്കെടുത്താണ് ചാത്തുണ്ണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാൽപന്തുമായി ആളുകൾ എത്തിയത്. ചാത്തുണ്ണിയേട്ടന്റെ ശിഷ്യനും നഗരസഭാ കൌൺസിലറുമായ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, കുടുംബ സുഹൃത്തും ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ എന്നിവർ മുന്നോട്ടുവെച്ച ആശയം വീട്ടുകാർ നിറഞ്ഞ മനസ്സോടെ സമ്മതിക്കുകയായിരുന്നു. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ലഭിച്ച പന്തുകൾ സ്പോർട്സ് കൌൺസിൽ ഓഫീസിന് കൈമാറി. പുഷ്പചക്രത്താൽ പൊതിഞ്ഞ ഫുട്ബോളാണ് ചാലക്കുടി പ്രസ് ക്ലബ്ബ് സമർപ്പിച്ചത്. ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന TK ചാത്തുണ്ണി നല്ലൊരു കളിക്കാരനും പരിശീലകനുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ സഹകളിക്കാരനും ഇന്ത്യൻ ഫുട്ബോളർ മുൻ ഗോൾ കീപ്പറുമായിരുന്ന വിക്ടർ മഞ്ഞില അനുസ്മരിച്ചു. തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെയും തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച TK ചാത്തുണ്ണി അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യോഗത്തിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, കോച്ച് M പീതാംബരൻ, ഇഗ്നി മാത്യു തുടങ്ങിയവർ ചാത്തുണ്ണിയെ അനുസ്മരിച്ചു. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വൻ വരവേൽപ്പ്. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. കണ്ണൂരിൽ നിന്ന് ഇന്റർസിറ്റി എക്സ്പ്രസിലെത്തിയ മന്ത്രിയെ BJP ജില്ലാ നേതാക്കൾ താമരമാല ചാർത്തി എതിരേറ്റു. തിരക്ക് നിയന്ത്രിക്കാനാകാതെ പോലീസ് വലഞ്ഞതോടെ സുരേഷ് ഗോപി മുൻകൈയെടുത്താണ് പ്രവർത്തകരെ വകഞ്ഞുമാറ്റി പുറത്തിറങ്ങിയത്. തുടർന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വെള്ളി ശനി ദിവസങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിലെ സ്വീകരണ പരിപാടികളിൽ സുരേഷ് ഗോപി പങ്കെടുക്കും. കൊടുങ്ങല്ലൂരിൽ 1.5 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. കൊടുങ്ങല്ലൂർ ചാപ്പാറ സ്വദേശി അറക്കപ്പറമ്പിൽ അജിത് കുമാർ, കോട്ടപ്പുറം സ്വദേശി എടപ്പള്ളി വീട്ടിൽ മാലിക് എന്നിവരാണ് പുല്ലൂറ്റ് KKTM കോളേജ് ഗ്രൌണ്ട് പരിസരത്തു നിന്നും പോലീസിന്റെ പിടിയിലായത്. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിയാണ് പ്രതികൾ എറണാകുളത്തു നിന്നും MDMA കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു.
MDMA കൈമാറുന്നതിനായി കാത്തുനിൽക്കുമ്പോഴാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത്. പ്രതികൾ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡികളും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളുമാണ്. തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി N. മുരളീധരൻ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ M. ശശിധരൻ, SI സജിനി, ഡാൻസ് ഓഫ് SI CR പ്രദീപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും മോഷണം പോയി. ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. പൂട്ട് പൊളിച്ചിരുന്നില്ല. ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. വാതിൽ തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ മുൻഭാഗത്തുള്ള ജനലുകൾ തിക്കി തുറന്ന് മേശ തിരിച്ചിട്ടാണ് മോഷണം നടത്തിയിട്ടുള്ളത്. മേശയുടെ താഴത്തെ അറയിൽ സൂക്ഷിച്ച പെട്ടിയിൽ നിന്നാണ് വഴിപാടായി ഭക്തർ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. തിരുവാഭരണങ്ങൾ മറ്റൊരിടത്താണ് സൂക്ഷിക്കുന്നത്. ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള ഭണ്ഡാരം തകർത്ത് പണവും അപഹരിച്ചിട്ടുണ്ട്. മറ്റ് പ്രധാന ഭണ്ഡാരങ്ങൾ കവർന്നിട്ടില്ല. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കൂർക്കഞ്ചേരിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം, 3 പേർക്ക് പരിക്കേറ്റു. രാവിലെയായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട കാർ തലകീഴായി മറിഞ്ഞു. സ്കൂട്ടർ പൂർണ്ണമായും, കാർ ഭാഗികമായും തകർന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന വാനാണ് മറിഞ്ഞത്. അപകടത്തിൽ വാനിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാനിൽ നിന്ന് ഡീസൽ ചോർച്ചയുണ്ടായത് ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. ക്രെയിൻ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട വാൻ ഉയർത്തിയത്. ക്യാമ്പസുകളിൽ വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി. നിയമലംഘനം നടത്തുന്ന വ്ളോഗർമാർക്കെതിരെ കർശന നടപടിയെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വ്ളോഗർമാർക്കെതിരെ കഴിഞ്ഞ മാസം ഹൈക്കോടതി പരാമർശിച്ചിരുന്നു. വാഹനങ്ങളുടെ ക്യാബിനിൽ കയറി ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന വിധം വീഡിയോ ചിത്രീകരിക്കരുത്. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളുടെ RC സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ വേണം. ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും കോടതി നിർദ്ദേശിച്ചു. നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ടും തൃപ്രയാറിലെ അനധികൃത പാർക്കിംഗിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. തൃപ്രയാർ ജംഗ്ഷനിൽ നടപ്പാത കയ്യേറിയാണ് ഇരുചക്ര വാഹനങ്ങളടക്കം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ബസ്സുകൾ ഒതുക്കാൻ ഇടമില്ലാത്തതുമൂലം റോഡിന്റെ മധ്യഭാഗത്താണ് പലപ്പോഴും യാത്രക്കാരെ ഇറക്കുന്നത്. ഇത് ഗതാഗത കുരുക്കിനും അപകടത്തിനും ഇടയാക്കുന്നുണ്ട്. തൃപ്രയാർ ജംഗ്ഷനിൽ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് അനധികൃത പാർക്കിംഗ് മൂലം കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലായത്. സമീപത്തെ വ്യാപാര സമുച്ചയത്തിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നിട്ടും അവിടുത്തെ ജീവനക്കാർ പോലും വഴിയരികിലും നടപ്പാതയിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ വാഹനം പാർക്ക് ചെയ്യുകയാണ്. ഇതുമൂലം പ്രദേശത്തെ ചെറുകിട വ്യാപാരികളും ബസ് കാത്തു നിൽക്കുന്നവരുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. കടകളിലേക്ക് കയറാൻ വഴിയില്ലാത്ത രീതിയിലാണ് പലരും വാഹനങ്ങൾ വയ്ക്കുന്നത്. ഇത് തർക്കങ്ങൾക്കും കാരണമാകുന്നുണ്ട്. തിരക്കുള്ള ജംഗ്ഷനിലെ അപകടകരമായ പാർക്കിങ്ങിനെ കുറിച്ച് വ്യാപാരികൾ ജില്ലാ കളക്ടർക്കും നാട്ടിക പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്നാണ് തൃപ്രയാറിൽ നടന്ന നവകേരള സദസ്സിൽ പരാതി കൊടുത്തത്. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വലപ്പാട് പോലീസിന് ഫയൽ കൈമാറി എന്ന അറിയിപ്പ് മാത്രമാണ് മറുപടിയായി ലഭിച്ചത്. നടപടിയെടുക്കാൻ വലപ്പാട് പോലീസിനോ നാട്ടിക പഞ്ചായത്തിനോ കഴിഞ്ഞില്ല. നടപ്പാതകളിലെ കയ്യേറ്റം മൂലം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഹൈവേയിലൂടെയാണ് കടന്നുപോകുന്നത്. TCV അന്തിക്കാട്. വിദേശ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് യുവതി ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. ഇരിങ്ങാലക്കുട മെട്രോ ആശുപത്രിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന അഗ്നീര എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഇരിങ്ങാലക്കുട പോലീസിൽ അന്തിക്കാട് സ്വദേശി പരാതി നൽകിയത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വർക്ക് പെർമിറ്റ് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് യുവതി നടത്തിയിരിക്കുന്നത്. ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി 28 പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അന്തിക്കാട് അഞ്ചങ്ങാടി സ്വദേശിയിൽ നിന്ന് സ്വീഡനിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് 1 ലക്ഷം രൂപയാണ് യുവതി തട്ടിയെടുത്തത്. നവംബറിൽ തുക നൽകിയെങ്കിലും വിസയുടെ കാര്യത്തിൽ പിന്നീടൊരു തീരുമാനവും നടപടിയും ഉണ്ടായില്ല. യുവതിയുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ വിസ ശരിയായില്ലെന്നും ജൂൺ 5-ന് പണം തിരിച്ചു നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ യുവതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും സ്ഥാപനം അടച്ചുപൂട്ടിയ നിലയിലുമാണെന്ന് പരാതിക്കാരൻ പറയുന്നു. 61 വയസ്സിലും കൈക്കരുത്തിൽ അജയനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടിക.
ആസാമിലെ ദുലിയാജാനിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ 2 സ്വർണ്ണ മെഡൽ നേടിയ താരം ഗ്രീസിൽ നടക്കാനിരിക്കുന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 20 വയസ്സുള്ളപ്പോൾ മുതൽ പഞ്ചഗുസ്തി മത്സരങ്ങളിലും ശരീര സൗന്ദര്യ മത്സരങ്ങളിലും പങ്കെടുത്ത് ഒട്ടേറെ സമ്മാനങ്ങൾ നേടി. പഞ്ചഗുസ്തിയിൽ പലതവണ ദേശീയ ചാമ്പ്യനായി. മിസ്റ്റർ കേരളയായും മിസ്റ്റർ ഇന്ത്യയായും ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ തിളക്കമാർന്ന ജയം കരസ്ഥമാക്കി. 61 വയസ്സിലെത്തി നിൽക്കുമ്പോഴും കൈക്കരുത്തിൽ പോൾദാസ് തന്നെയാണ് ദേശീയ ചാമ്പ്യൻ. ചിട്ടയായ പരിശീലനവും നിരന്തരമായ പ്രയത്നവുമാണ് തന്റെ വിജയരഹസ്യമെന്ന് പോൾദാസ് പറയുന്നു. ആസാമിൽ വെച്ച് നടന്ന ദേശീയ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണ്ണ മെഡലുകൾ നേടി. അതോടൊപ്പം തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കും വേൾഡ് ഗ്രീസിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്കും എന്നെ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. സ്വർണം നേടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളാണ് ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം 6 മുതൽ 8 വരെ ഓൾ ആസാം ആം റെസ്ലിംഗ് സ്പോർട്സ് അസോസിയേഷൻ ആസാമിലെ ദുലിയാജാനിൽ സംഘടിപ്പിച്ച 4ാമത് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പോൾദാസ് ഇരട്ട സ്വർണം നേടി. 70 കിലോയ്ക്ക് മുകളിലുള്ള സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ ഇടതുകൈ വലതുകൈ വിഭാഗങ്ങളിലാണ് ഈ താരം ഇരട്ട സ്വർണം കരസ്ഥമാക്കിയത്. ജൂലൈ 24 മുതൽ 28 വരെ ബാംഗ്ലൂരിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കും തുടർന്ന് ഗ്രീസിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്കും പോൾദാസ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2019 ചൈനയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പോൾദാസ് ലോകതലത്തിലെ മികച്ച 10 താരങ്ങളിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ആസാമിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പ് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി മാഡത്തിനെ കണ്ടിരുന്നു, കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ എന്ത് വേണം ചെയ്യാൻ പരമാവധി ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഒരുപാട് നമുക്ക് വേണ്ടി ഇതിനുവേണ്ടി ബുദ്ധിമുട്ടി പലരെയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഗ്രീസിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ചിലവേറും എന്നതിനാൽ തന്നെ സാമ്പത്തികമായി തന്നെ സഹായിക്കാൻ സംഘടനകളോ സ്ഥാപനങ്ങളോ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് പോൾദാസ്. TCV കൊടകര. കൽദായ സഭയെ അരനൂറ്റാണ്ടിലേറെ നയിച്ച മാർ അപ്രേം മെത്രാപ്പൊലീത്തായുടെ 84ാം പിറന്നാൾ ആഘോഷിച്ചു. സഭാ ആസ്ഥാനത്ത് ലളിതമായ ചടങ്ങുകളോടെ ജന്മദിനാഘോഷ പരിപാടികൾ നടന്നു. സഭാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് പിറന്നാൾ മധുരം പങ്കുവച്ചു. കേന്ദ്ര ടൂറിസം സഹവകുപ്പ് മന്ത്രി സുരേഷ് ഗോപി മാർ അപ്രേം മെത്രാപ്പൊലീത്തായെ പൊന്നാടി അണിയിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരും ആശംസകൾ അർപ്പിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, YMCA പ്രസിഡന്റ് ജോജു മഞ്ഞില, BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സമിതി അംഗം അബിൻസ് ചിറ്റിലപ്പിള്ളി, പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഫോണിൽ ആശംസകൾ നേർന്നു. 28ാം വയസ്സിലാണ് സഭയുടെ മെത്രാപ്പൊലീത്തയായി മാർ അപ്രേം ചുമതലയേറ്റത്. ഭാരത ക്രൈസ്തവ സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ മെത്രാനായിരുന്നു അദ്ദേഹം. സാംസ്കാരിക സാഹിത്യ മേഖലയിലും തന്റെ പ്രതിഭ തെളിയിച്ച മെത്രാപ്പൊലീത്ത ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 70ലേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നിരവധി ക്രിസ്തീയ ഭക്തി ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. സഭാ അധ്യക്ഷൻ മാർ ഔഗീൻ കുര്യാക്കോസ്, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ, വൈസ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി, ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളായ AM ആന്റണി, ലാലി റാഫേൽ, ജോസ് താഴത്ത്, ലിയോൺസ് കാങ്കപ്പാടൻ, ആൻസൺ ഡേവിസ്, AV ഷാജു തുടങ്ങിയവർ പിറന്നാൾ ആഘോഷ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് SFI തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV സരിത മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ, വിഷ്ണു പ്രഭാകർ, R വിഷ്ണു, SFI ഏരിയ സെക്രട്ടറി അനുരാഗ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. നവീകരണം പാതി വഴിയിൽ നിലച്ച കാട്ടകാമ്പാൽ കൊണ്ടടക്കടവ് റോഡ് യാത്രക്കാരെ വലയ്ക്കുന്നു. ചിറക്കൽ മുതൽ കൊണ്ടടക്കടവ് വരെയുള്ള 2.5 കിലോമീറ്റർ റോഡ് നവീകരിക്കാൻ 4 വർഷം മുൻപാണ് സർക്കാർ പണം അനുവദിച്ചത്. നവീകരണത്തിന്റെ ഭാഗമായി 4ഇടത്ത് കലുങ്കും കുറച്ചു ദൂരം കാനയും നിർമ്മിച്ചുവെങ്കിലും ടാറിംഗ് നടത്തിയില്ല. ചിറക്കുളം മുതൽ അമ്പലനട വരെയുള്ള ഭാഗത്ത് റോഡ് നവീകരണത്തെ പറ്റിയുള്ള തർക്കം മൂലം പണി വൈകുകയായിരുന്നു. വീതി കുറവുള്ള ഈ ഭാഗത്ത് മഴവെള്ളം ഒഴുകി വെള്ളക്കെട്ടുണ്ടാവുക പതിവാണ്. കാന നിർമ്മിച്ചാലേ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകുകയുള്ളൂ. എന്നാൽ വീതി കുറഞ്ഞ റോഡിൽ കാന കൂടി നിർമ്മിച്ചാൽ ഗതാഗത തടസ്സമുണ്ടാകും.
ഇതിന് പരിഹാരം തേടി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റോഡരികിലെ സ്ഥല ഉടമകളോട് സ്ഥലം വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. പുറമ്പോക്ക് സ്ഥലം കണ്ടെത്താൻ ഈ ഭാഗത്ത് അളവെടുപ്പ് നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതോടെ റോഡ് നവീകരണം വൈകുകയായിരുന്നു. ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി 4 മാസം മുൻപ് റോഡ് പൊളിച്ചിരുന്നു. ഇതോടെ യാത്രാക്ലേശവും രൂക്ഷമായി. പൊളിച്ച ഭാഗത്ത് ടാറിട്ടെങ്കിലും പലയിടത്തും കുണ്ടും കുഴിയുമായ നിലയിലാണ്. പുതുതായി നിർമ്മിച്ച കലുങ്കുകൾക്ക് സമീപം റോഡിന്റെ നിരപ്പ് വ്യത്യാസവും വാഹനയാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. റോഡ് നവീകരിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ് കുന്നംകുളം. മാള ഗുരുതിപാലയിൽ വാഴത്തോട്ടത്തിൽ 4 ദിവസത്തെ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. കാരൂർ സ്വദേശി മേൽവീട്ടിൽ 61 വയസ്സുള്ള ബാലനാണ് മരിച്ചത്. ഇയാൾ പണിയെടുത്തിരുന്ന വാഴത്തോട്ടത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേരള സ്റ്റേറ്റ് കുടുംബശ്രീ എംപ്ലോയീസ് യൂണിയൻ രാംനേഷ് അനുസ്മരണവും എൻഡോവ്മെന്റ് വിതരണവും തൃശൂരിൽ നടന്നു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ KSKEU സംസ്ഥാന പ്രസിഡന്റ് VS റിജേഷ് അധ്യക്ഷനായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ കവിത, KSKU സംസ്ഥാന സെക്രട്ടറി I റിജുല, KSKU ജില്ലാ സെക്രട്ടറി ദിവ്യ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരിൽ തൃശൂർ സ്വദേശിയും ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് ആണ് മരിച്ചത്. ബിനോയ് കുവൈറ്റിലെത്തിയത് 7 ദിവസം മുൻപ്. BJPയുടെ തൃശൂരിലെ വിജയം ഗൌരവമേറിയതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃമാറ്റം ആവശ്യമില്ലെന്നും ബിനോയ് വിശ്വം. കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം 16-ന് ചേരുന്ന CPM സംസ്ഥാന സമിതി വിലയിരുത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. തൃശൂർ DCC പ്രസിഡന്റിന്റെ ചുമതല VK ശ്രീകണ്ഠൻ MP ഞായറാഴ്ച ഏറ്റെടുക്കും. കുടിവെള്ളം ശുചീകരിക്കാനുള്ള ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരിക്കുന്നത് ആശുപത്രിയിലെ വൃത്തിഹീനമായ ശുചിമുറിയിൽ. അന്തിക്കാട് സർക്കാർ ആശുപത്രിയിലാണ് അധികൃതരുടെ ഗുരുതര അനാസ്ഥ. വിവാദങ്ങൾക്കൊടുവിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക് കഫേ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് എടുത്തുമാറ്റി. ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് പിങ്ക് കഫേ കാരവൻ മാറ്റിയത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൊമ്പിടിഞ്ഞാമാക്കലിലെ ഗോഡൌണിൽ നിന്ന് റേഷൻ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹന ഉടമകൾക്ക് പണം ലഭിക്കാതെയായിട്ട് 3 മാസം പിന്നിട്ടു. റേഷൻ കടകളിലേക്കുള്ള അരി വിതരണം സ്തംഭനാവസ്ഥയിൽ. ഫുട്ബോൾ ഇതിഹാസം TK ചാത്തുണ്ണിക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സംസ്കാരം പോലീസ് ബഹുമതികളോടെ നടന്നു. ചാത്തുണ്ണിക്ക് അന്ത്യാഞ്ജലിയെ സമർപ്പിച്ച പന്തുകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.